ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. നോമ്പിൻ്റെ നാളുകൾ കൂടുതൽ പ്രാർത്ഥനയോടും ധ്യാനത്തോടും ഉപവാസത്തോടും കൂടെ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുവാൻ ഈ ദിനങ്ങൾ നമുക്ക് ഇടയാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയും പീഡാനുഭവത്തെയും ക്രൂശുമരണത്തെയും ഉയർപ്പിനെയും നന്ദിപൂർവ്വം ധ്യാനിച്ച് ആ അനുഭവത്തിലൂടെ യാത്ര ചെയ്യുന്ന കാലഘട്ടമാണ് നോമ്പുകാലം. നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം സദൃശവാക്യങ്ങൾ 9-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവുമാകുന്നു. യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്നത് ദൈവവുമായുള്ള ബന്ധത്തിലാണ്. യഹോവ ഭക്തി എന്നത് ദൈവത്തോടുള്ള സ്നേഹവും ആദരവുമാണ്. നോമ്പിൽ യാഥാർത്ഥ്യമായി തീരുന്നത് ഇതാണ്. ദൈവത്തോടുള്ള യഥാർത്ഥ ഭക്തിയാണ്. ദൈവത്തോടുള്ള ഭക്തി എന്ന് പറയുന്നത് വിഗ്രഹങ്ങളിൽ നിന്നുള്ള അകൽച്ചയാണ്. അതായത് ലോകമോഹങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ജീവിതമാണ്. ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മളുടെ ദൈവിക ജ്ഞാനം പ്രാപിക്കുവാൻ ഇടയാകും. തിന്മശക്തിയിൽ നിന്ന് ഒഴിഞ്ഞ് നന്മയുടെ പാതയിൽ സഞ്ചരിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. നന്മയാൽ തിന്മയെ ജയിക്കുക എന്നതാണല്ലോ നോമ്പ് ആഹ്വാനം ചെയ്യുന്നത്. യഹോഭക്തി ദോഷത്തെ വെറുക്കുന്നു. അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ എന്നിവയെ വെറുക്കുന്നു. ദൈവത്തോടുള്ള പരിശുദ്ധമായ ബന്ധത്തിൽ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ഭയന്ന് വിറച്ച് ജീവിക്കുക എന്നുള്ളതല്ല, പിന്നെയോ ദൈവത്തിന് മഹത്വം കൊടുത്തും വിനയത്തോടെ ജീവിക്കുക എന്നതാണ്. യഥാർത്ഥ ജ്ഞാനത്തിലൂടെ നാം നമ്മെ തന്നെ കാണുന്നതിനും പാപത്തിൻ്റെ ശക്തികളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനും ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ ലോകത്തെ കാണുന്നതിനും നമ്മെ സഹായിക്കുന്നു. ദൈവികമായ ജ്ഞാനത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.